അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്കയുടെ ചരിത്ര പ്രസിദ്ധമാകപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 53-ാം വയസ്സിൽ നടന്ന ഏറ്റവും വലിയ ഒരു ചരിത്ര പ്രസിദ്ധമാകപ്പെട്ട യാത്രയാണ് ഹിജ്റ. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് എന്നുള്ള ഗുഹ ഉൾക്കൊണ്ടിട്ടുള്ള സൂർ പർവ്വതം. ഇൻഷാ അല്ലാഹ് അതിനെ കാണാനും അവിടെ പോയി എത്തി ദുആ ചെയ്യാനും അതിൻ്റെ ചരിത്രങ്ങളും ഉൾക്കൊണ്ടിട്ട് ചരിത്രങ്ങളും പറയാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ജീവിതത്തിൽ കാണാനും അവിടെ പോയി ദുആ ചെയ്യാനും അല്ലാഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിജ്റ എന്ന് പറയുമ്പോൾ ശത്രുക്കളുടെ വളരെ കാഠിന്യമേറിയ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത ഒരുപാട് ചരിത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് ത്യാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ മക്കയുടെ ചരിത്ര ഭൂമികളിലെ സന്ദർശനത്തിലാണ് നാമൊക്കെ ഉള്ളത്. ഇപ്പോൾ നാം എത്തിപ്പെട്ട ഈ സ്ഥലം ജബൽ സൗർ, സൗർ എന്ന ഗുഹയുള്ള പർവ്വതമാണ്. നമ്മുടെ മുന്നിൽ നല്ല ഗാംഭീര്യത്തോടുകൂടെ നിന്നിട്ടുള്ള പർവ്വതമാണ് ജബൽ സൗർ. സൗർ എന്ന ഗുഹയുള്ള പർവ്വതം എന്താണിത്? ബഹുമാനമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മക്ക വിട്ട് മദീന ഹിജ്റ പോകുന്ന നേരത്ത് ശത്രുക്കൾ മുസ്തഫ നബി തങ്ങളെ ആക്രമിക്കാൻ വന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ണ് തപ്പിച്ചിട്ടിരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന എന്നോളം ഈ പർവ്വതമാണ് കയറുന്നത്. റസൂലുള്ളാഹിന്റെ വയസ്സെത്ര? 53. കുറച്ച് കൂടുതൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കും. എന്തേ? ശത്രുക്കൾ ബാക്കിൽ ഇങ്ങനെ വരും, അവർക്ക് കണ്ണ് തപ്പിച്ചിട്ടിരിക്കാൻ ദീർഘമായ ഈ പർവ്വതം കയറി അതിൻ്റെ മേൽഭാഗത്തിലുള്ള ഒരു ഗുഹന്റെ ഉൾഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ ഉള്ളെത്ര ആള്? 2 ആള്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, നബിയെ, ഞങ്ങൾ 2 ആളല്ലേ ഇവിടെ ഉള്ളേ, അവർ വന്നെങ്കിൽ കാണല നബിയേ, അവർ വന്നാൽ കാണൂല നബിയേ. അപ്പോഴാണ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സൂറത്തു തൗബ നമുക്കറിയാം. ആ സൂറത്തു തൗബയിൽ ആയത്തുണ്ട് ഈ സംഭവം വിവരിക്കുന്നതാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് സാനിയ ഇസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി എന്നൊക്കെ ആ ഖുർആനിലുണ്ട്. സൂറത്തു തൗബ ഓതുമ്പോൾ ഈ ആയത്ത് നിങ്ങൾക്ക് മനസ്സിൽ വരണം. ആ ആയത്തിൽ വിവരിക്കുന്ന സംഭവം ഇവിടെ നടന്നതായ സംഭവമാണ്. മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, മുഅ്മിനാണോ, പടച്ചവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളാണോ, ത്യാഗത്തിന് തയ്യാറാവുക എന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്തിനാ ഇതിന്റെ മുകളിൽ കയറുന്നത്? ഒരു കച്ചവടത്തിനല്ല, ബിസിനസ്സിനല്ല. പടച്ചവന്റെ ദീന് പിടിച്ച് ജീവിക്കുന്ന നേരത്ത് ശത്രുക്കളുടെ ഭാഗത്തുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹിന്റെ കൽപ്പന എന്നോളം ഒളിഞ്ഞിരിക്കാൻ അതിന്റെ മുകളിൽ കയറി പാർക്കുകയാണ്. പോയപ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേട്ടല്ലേ, ഞാൻ 2 ആളല്ലേ, ഒരു വന്ന് നോക്കിയാൽ കാണലോ എന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? ഇത് എപ്പോഴും ഒരു മുസ്ലിമീങ്ങൾക്ക് ധൈര്യമാണ്, സമാധാനമാണ്. ജബൽ സൗരിൽ അന്ന് കേട്ട ഈ ആയത്ത്, അന്ന് റസൂലുള്ള പഠിപ്പിച്ച കാര്യം എന്താ? ലാ തഹ്സൻ, നീ ദുഃഖിക്കണ്ട, ബേജാറാവണ്ട. എന്തേ? ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. ഇത് റസൂലുള്ള പറഞ്ഞ വാക്കാൻ. ഏതൊരു മുഅ്മിനീനും വേണ്ട വാക്ക് ഇതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബേജാറാവണ്ട, നമ്മുടെ കൂടെ ആരുണ്ട്? ശത്രുക്കൾ കയറി വന്നു, ഉൾഭാഗത്തേക്ക് ഇങ്ങനെ പോയി. ആ പോകുന്നൊരു രംഗമുണ്ട്. ഏതൊരു അവസരത്തിലും മുസ്തഫ നബി തങ്ങളെ പിന്നിലാക്കിയിട്ട് അബൂബക്കർ തങ്ങൾ മുന്നിൽ പോകൂല. എന്നാൽ ഗുഹന്റെ ഉൾഭാഗത്തേക്ക് കടക്കുമ്പോ ആദ്യം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടക്കുകയാ. കാരണം എന്തേ? ഒന്ന് പരിശോധിക്കാൻ, റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടാക്കുന്ന എന്തെങ്കിലും വിഷജന്തുക്കളുണ്ടോ ഒന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഗുഹന്റെ ഉൾഭാഗത്ത് പോയിട്ട് എല്ലാം പരിശോധിച്ചു. ഒരുപാട് പൊത്തുകളൊക്കെ ഉണ്ടായി. എല്ലാം ബന്ധാക്കി തൻ്റെ അടുത്തുണ്ടായ തുണി കഷ്ണം കൊണ്ട് അവസാനം ഒരു രന്ധ്രം ബന്ധാക്കാൻ, ഒരു പൊത്ത് ബന്ധാക്കാൻ ഒന്നുമില്ലാത്തപ്പോ തന്റെ കാലിന്റെ ബെറലിങ്ങനെ വെച്ചിട്ട് അടക്കുകയാ, കാലിങ്ങനെ നീട്ടി വെക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. ആലോചിക്കണം. അങ്ങനെ ഉൾഭാഗത്തിലേക്ക് കടന്നു. ക്ഷീണിതനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ക്ഷീണിതനായ മുത്തുനബി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നീട്ടിവെച്ച ആ തൊടയുടെ മേലിൽ മുസ്തഫ നബി തങ്ങൾ തന്റെ മുഖം വെച്ച് തടി വെച്ച് വറങ്ങുകയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യാണ്. ആ ഗുഹന്റെ ഉള്ളിൽ മുസ്തഫ നബി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. പുറത്താണെങ്കിലോ
ശത്രുക്കൾ വന്നനരി നോക്കാൻ ഗുഹന്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ മാടപ്പിറാവ് കൂടി കെട്ടിട്ട് ഒരു ഭാഗത്തുണ്ട്. ഗുഹന്റെ ആ ബാദലിലേക്ക് ചിലന്തി ബണ്ണത്താൻ ചെന്നില്ലേ, അത് ബലകെട്ടിട്ടിരിക്കുകയാണ്. ബലകെട്ടിട്ടുണ്ട്. ശത്രുക്കൾ വന്ന് തീരുമാനിക്കുന്നു ഇതിന്റെ ഉള്ളിൽ കാറും ഇതിന്റെ ഉള്ളിൽ കാറും പോയിട്ടുണ്ടാവൂല, തിരിച്ചുപോയി. അള്ളാഹു താല രക്ഷപ്പെടുത്തുന്നു തിരിച്ചെങ്കിൽ നമുക്ക് തണുത്തിന്റെ പേര് വേണം. ഇതെന്താ അല്ലെ, എത്ര ദുർബലമായ ഒരു ബല ഖുർആനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല ഒരു കാരണം ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ശത്രുക്കൾ തിരിച്ചുപോയി. ഒരു വേള ശത്രുക്കൾക്ക് നബിനെ കണ്ടിരുന്നുവെങ്കിൽ പിടിച്ചിട്ട് അവർ കഥ കഴിക്കുമായിരുന്നു. നോക്കണം എന്തേ അവിടുത്തെ രക്ഷപ്പെട്ടത് എന്താ? ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ ആരുണ്ട്? ഇതാണ് നമുക്ക് വേണ്ടത്. ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും വേണ്ടത് ഇന്നല്ലാഹ മഅന. പറയേണ്ടവർ പറയേണ്ട ക്രമത്തിൽ പറഞ്ഞാൽ അള്ളാഹു തആല അത് ഉണ്ടാക്കി തരും. അല്ലാഹ് എന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. ശത്രുക്കൾ വന്ന് കാണുമ്പോൾ അവർ തിരിച്ചുപോയി. ഉൾഭാഗത്തിൽ ഇരിക്കുന്ന മുത്തുനബി നല്ല വറക്കാൻ കുറേ സമയമായി. ആ പൊത്തിലേക്ക് വെച്ച കാലിലേക്ക് പാമ്പ് കടിച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നിങ്ങൾ കേട്ട ചരിത്രം ഞാൻ പറഞ്ഞു മുമ്പന്നെ. ചരിത്രം പറയുമ്പോൾ വാളിന്റെ ഉസ്താദ് ഒരിടത്ത്, ഞമ്മ ഒരിടത്ത്, ഇതൊരിടത്ത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം ഒരിടത്ത്. മനസ്സിലാക്കി? അങ്ങനെ ആ പാമ്പ് കടിച്ചു. കാലണക്കിയതേ ഇല്ല. എന്തേ? കാലണക്കിയാൽ മുത്തുനബിന്റെ വർക്കിന് ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ജീവൻ പോയാലും പ്രശ്നമല്ല, ആദരവായ നബി തങ്ങൾക്ക് വർക്കിന് ഉപദ്രവാൻ പാടില്ല. റസൂലുള്ളാന്റെ ജീവത്തിന് ജീവ കൊടുത്തു എന്നല്ല ഇവിടെ ഉള്ളത്. തന്റെ ജീവത്തിനെ റസൂലുള്ളാന്റെ വർക്കിന് വേണ്ടി മാറ്റിവെച്ചു. മനസ്സിലായില്ലേ? റസൂലുള്ളാന്റെ വർക്കിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞ് എന്റെ ജീവൻ പോയാലും പ്രശ്നമല്ല. അതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പ്രവാചക പ്രേമം, പ്രവാചക സ്നേഹം. അതിന് ഒരുപാട് സമയമായി. പാമ്പ് കടിച്ച് ശരീരം പകർച്ചയായി, കണ്ണിൽ വെള്ളം ഒറ്റിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാറത്തായി. എന്ത് സംഭവിച്ചു അബൂബക്കരെ? പാമ്പ് കടിച്ചു. കാലെടുക്കാൻ പറഞ്ഞു. ഷോർട്ടായിട്ട് പറയാ, പാമ്പ് ഇങ്ങനെ തലയെത്തി നിന്നു. ചോദിക്കുന്നു, നബിയേ, അങ്ങനെ തങ്ങളോടുള്ളൊരു സ്നേഹത്തിലാ കടിച്ചത്. എൻ്റെ പരമ്പരാഗതമായി വിവരമുണ്ടായി എനിക്ക് തങ്ങൾ വരുമെന്ന്. തങ്ങളുടെ ശറഫാകപ്പെട്ട മുഖത്തിനെ കാണണമെന്ന കൊതിയായി. ഈ കാല് തടസ്സമാക്കിയപ്പോൾ തങ്ങളോടുള്ള സ്നേഹത്തിൽ കടിച്ചുപോയതാൻ. വിഷം തിരിച്ചെടുക്കാൻ പറഞ്ഞു. ഉമിനീര് പുരട്ടി കൊടുത്തു. ആരോഗ്യവാനായി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. 3 പകൽ 3 രാത്രികളിലായി അതിന്റെ ഉൾഭാഗത്തിൽ അവർ താമസിച്ചു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. ഓർക്ക് ഞങ്ങൾ നല്ല സമാധാനം കൊടുത്തു. എവിടെ? ഏസിന്റെ ഉള്ളിൽ, ഏസിയിൽ ബെഡിന് മിറ്റ ബെഡ് ഇട്ടിട്ട് എല്ലാ സെക്യൂരിറ്റിക്ക് വെച്ച ഒരു വയസ്സക്കാരന് എന്ത് കിട്ടിയിട്ടില്ല? സമാധാനം കിട്ടിയിട്ടില്ല. ഒരു ബെഡില്ല, ഒരു കട്ടിലില്ല, വേണ്ടപ്പെട്ട വ്യവസ്ഥയില്ല. ഗുഹന്റെ ഉൾഭാഗത്ത് ശത്രുക്കളുടെ ഒരു പേടി വേറൊരു ഭാഗത്ത്. എന്നാലും ഖുർആൻ പറഞ്ഞു ഫഅൻസലല്ലാഹു സകീനതഹു. ഓർക്ക് ഞങ്ങൾ എന്താക്കി അല്ലെ, വിജുനൂദില്ലം തറൗഹ അല്ലെ, അവർ കാണാത്തൊരു സൈന്യം കൊണ്ട് ഞങ്ങളൊക്കെ സഹായിച്ചു എന്നുള്ള പറഞ്ഞു. അത് ഈ സംഭവങ്ങളൊക്കെ നടന്ന പർവ്വതമാ. 3 രാത്രി പകൽ ഇവിടെ താമസിച്ചിട്ടാണ്, രാത്രി പകലായിട്ട് താമസിച്ചിട്ടാണ് മദീനത്തേക്ക് പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ചരിത്രത്തിൽ ഹിജ്റയുടെ തുടക്കത്തിൽ നടന്ന മഹത്തായ ഗാറു സൗരിലെ അവരുടെ താമസം നമുക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഒരു ത്യാഗം. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ സഹായം കൂടെ ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാണിച്ച ആ പ്രവാചക സ്നേഹം. ഇങ്ങനെ അവിടെ താമസിച്ച് പിന്നീടാണ് എന്തോ പോകുന്നത്, മദീനത്തേക്ക് പോകുന്നത്. ഏതായാലും ആ മഹത്തായ ചരിത്ര പർവ്വതങ്ങൾ ഒരു 2 മണിക്കൂറെല്ലാം വേണം ബാലക്കാർ കയറാൻ. ഇപ്പം ആർക്കും കയറാൻ കഴിയല. അപ്പൊ ചൂടാണ് കാര്യം. നമ്മളൊന്ന് നോക്കിയിട്ട് ആ ചരിത്ര ഭൂമി ഓർത്തിട്ട് പോകാം. പോയുണ്ട് അതാ കഴിഞ്ഞവരല്ല പാകിസ്ഥാനവരെല്ലാം പോകുന്നവര്. അള്ളാഹു റബ്ബ് ചരിത്ര ഭൂമി നമുക്ക് സാക്ഷിയാക്കി തരട്ടെ. മുസ്തഫ നബി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രചിച്ചിട്ടുള്ള ആ ത്യാഗത്തിന്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാക്കി തരട്ടെ. ഏതൊരു പ്രതിസന്ധിയിലും പടച്ചവനെ നീ ഞങ്ങളെ കൂടെയുണ്ട് എന്നൊരു ഓർമ്മ നല്ല സ്ഥിരമായി നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ രാജ്യങ്ങളിൽ ഒക്കെ നീ സമാധാനം ഉണ്ടാക്കി തരണമല്ല. ഈ സ്ഥലം നമുക്ക് നീ സാക്ഷിയാക്കണേ അല്ലാ. ബരി ആമീൻ ബിറഹ്മതിക യാ